ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മട്ടൻ ദം ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറുനാരങ്ങ, തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 5 സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു ചെറുനാരങ്ങ, ഒരു പീസ് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ബൾബും അതിൻ്റെ പകുതിയും എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 5-8 എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ തക്കാളി 3 അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്ന് മിക്സിയിൽ നിന്നൊന്ന് ചതച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. മട്ടൺ ആയതുകൊണ്ട് കുക്കറിൽ വെക്കണം. കുക്കറിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയില്ല കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച മിക്സ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഈ സവാള ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കണം. ഉള്ളി അധികം വാടണ്ട, നമ്മൾ കുക്കറിന് വേവിക്കുന്നതാണല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് ചെറുതായി ഉടഞ്ഞാൽ നമുക്കിതിലോട്ട് മസാല ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 1 സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1.5 സ്പൂണ് ഗരം മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ മസാല ഒന്നുകൂടൊന്നും ചേർക്കാനില്ല. ഇത്രയും മസാല മാത്രമേ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ഇടുള്ളൂ. ഇനി ഇത് നന്നായൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലോട്ട് മട്ടൻ ചേർത്ത് കൊടുക്കാം. മട്ടൻ ചേർത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മസാലകളൊക്കെ മട്ടനിലൊന്ന് നന്നായി പിടിക്കട്ടെ, അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മസാലയൊക്കെ നന്നായി പിടിച്ചതിന് ശേഷം ഇത് പ്രഷർ കുക്കർ അടച്ച് വേവിച്ചെടുക്കണം മട്ടൻ. ഇപ്പോൾ ഒരു 5 സവാള എടുത്തിട്ട് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പുതിന, പിന്നെ റൈസ് ഉണ്ടാക്കാൻ പറ്റി അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ജീരകശാല റൈസാണ് എടുത്ത് വെച്ചത്. ഇനി ഇത് കഴുകി നന്നായിട്ട് വെള്ളം വാറ്റിയെടുത്തേക്കണം. പിന്നെ ഇത് ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തത്. 3 കപ്പ് അരിക്ക് 6.25 കപ്പ് വെള്ളം എടുത്ത് നന്നായി തിളപ്പിക്കുക. ഇപ്പം നമ്മുടെ മട്ടനൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 സ്പൂണ് കട്ടത്തൈരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ മട്ടൻ നല്ല സോഫ്റ്റ് ആവും.
ഇനി നമുക്കിതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉള്ളിയുടെ പകുതി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി മിക്സ് ചെയ്യുക. ഇപ്പം മട്ടനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒന്നൊരു ചെറിയ തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയും ഇലയും പുതിനയും അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നേരത്തെ ഓണിയൻ ഫ്രൈ ചെയ്ത സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് ഗീയും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പട്ടയും ഏലക്കായും ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ കഴുകി വാർത്ത് വെച്ച റൈസ്, ജീരകശാല റൈസ് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഈ റൈസ് ഇതിന് നന്നായി ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച് വെള്ളം ഒഴിച്ച് ആ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ഉണ്ടോ നോക്കിയിട്ട് അടച്ചു വെച്ചിട്ട് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ റൈസൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം.
ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.